നോളജ് ഫാക്ടറിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇനി നമുക്ക് വരാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പരീക്ഷ എന്ന് പറയുന്നത് ഏത് തന്നെയാണ്? വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് ആണ് അല്ലെ. അപ്പോൾ ഒരുപാട് പേര്, നമുക്കറിയാം കേരളത്തിൽ ഒരുപാട് പേര് ഈ ഒരു പരീക്ഷയ്ക്ക് വേണ്ടി നല്ല വെയിറ്റിംഗ് ആണെന്നറിയാം. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റിന്റെ കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ടുള്ള ഒരു റിവിഷൻ ബാച്ച് ആണ് നമ്മൾ ഉൾപ്പെടുത്താനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. ഈ ക്ലാസ്സുകളും അതിനകത്ത് ഞാൻ തരാൻ പോകുന്ന നോട്ട്സുകൾ ഉൾപ്പെടെ എല്ലാം കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ആക്സസ് ചെയ്യാനായിട്ട് കഴിയും. അതിന് നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, നമ്മുടെ ഈ ക്ലാസ്സിനകത്ത് എന്തൊക്കെയാണ് ഉൾപ്പെടുത്തുന്നത് എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ പറയാനായിട്ട് പോകുന്നത്. ഓക്കെ, അതിനു മുന്നേ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് പരീക്ഷ എഴുതുന്നവരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ക്ലാസ്സുകൾ ആവശ്യമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യുക, കമന്റ് ബോക്സിൽ VFA എന്നൊരു കമന്റ് ഇട്ട ശേഷം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ഇമോജിയും കൂടി എന്ത് ചെയ്യുക, കമന്റ് ബോക്സിൽ കമന്റ് അയച്ചിടുക. അപ്പൊ എനിക്ക് മനസ്സിലാവും എത്ര പേര് പരീക്ഷ എഴുതുന്നുണ്ട്, അതുപോലെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം ആൾക്കാരാണ് ഈ ഒരു പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് വെയിറ്റിംഗ് ആയിരിക്കുന്നത്, എത്രത്തോളം ആൾക്കാർ ഇതിനു വേണ്ടി ഹൈലി പ്രിപ്പറേഷൻ എപ്പോഴേ സ്റ്റാർട്ട് ചെയ്തു എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാവും. ഇനി വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ നമുക്ക് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ളൂ. അപ്പോൾ ഇനിയുള്ള ദിവസങ്ങളിൽ നമുക്ക് ടോപ്പിക്കുകൾ പഠിച്ചു തീർക്കുക എന്നതിലുപരി നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട് വേണ്ട എന്ത് കാര്യമാണ്? പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും അതിന്റെ വർക്കൗട്ടും അതിന്റെ റിലേറ്റഡ് ഫാക്റ്റുകളുമാണ്. നമ്മൾ ഈ ഒരു വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റിന്റെ റാപ്പിഡ് റിവിഷൻ ബാച്ചിൽ എന്ന് പറയുമ്പോൾ കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ടുള്ള ഈ ഒരു റാപ്പിഡ് റിവിഷൻ ബാച്ചിൽ നിങ്ങൾക്ക് തരാൻ ഉദ്ദേശിക്കുന്നതും ഈ പറയുന്ന പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും അതിന്റെ റിലേറ്റഡ് ഫാക്റ്റുകളും തന്നെയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കോർ ഏരിയ എന്ന് പറയുന്നത് അത് തന്നെയാണ്. അപ്പോൾ ഇതിന്റെ എല്ലാം ക്ലാസ്സുകൾ, അതിന്റെ ഒക്കെ ഏറ്റവും പ്രധാനപ്പെട്ട PDF നോട്ടുകൾ, നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ക്ലാസിന്റെ നോട്ടുകൾ ഒക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യും, PDFകളായിട്ട് നിങ്ങൾക്ക് അവൈലബിൾ ആവും. അതുകൂടാതെ വീക്കിലി നിങ്ങൾക്ക് കറണ്ട് അഫയേഴ്സ് റിവിഷനും ഉണ്ടാവും. എന്ന് പറയുമ്പോൾ നമുക്ക് പരീക്ഷയ്ക്ക് ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടി വരുന്ന കറണ്ട് അഫയേഴ്സിന്റെ റിവിഷനും എന്ത് ചെയ്യും, നമ്മൾ ഈ പറയുന്ന ബാച്ചിനകത്ത് ഉൾപ്പെടുത്തുന്നതായിരിക്കും. കൂടാതെ ഇതിന്റെ എല്ലാം ചേർത്തുകൊണ്ട് വീക്കിലി വരുന്ന എക്സാമും നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ ബാച്ചിനകത്ത് കണ്ടക്ട് ചെയ്യും കേട്ടോ. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് എന്തൊക്കെ ഉണ്ടാവും? പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ഉണ്ടാവും, അതിന്റെ റിവിഷൻസ് ഉണ്ടാവും, അതിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഉണ്ടാവും. കൂടാതെ തന്നെ കറണ്ട് അഫയേഴ്സ് റിവിഷൻ പ്ലസ് നമ്മൾ എടുക്കുന്ന ക്ലാസ്സുകളുടെയും അതുപോലെ നിങ്ങൾക്ക് മോഡൽ എക്സാംസ് കണ്ടക്ട് ചെയ്യാനും നിങ്ങൾക്ക് എക്സാമിനേഷൻ എങ്ങനെയൊക്കെയാണ് സെറ്റ് ചെയ്യുന്നതും എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യും, ഈ ഒരു ബാച്ചിനകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ഇനി ഈ ക്ലാസ്സുകൾ കിട്ടുന്നതിനും നോട്ട്സ് കിട്ടുന്നതിനും നിങ്ങൾ വേറെ എങ്ങോട്ടും പോകണ്ട. നിങ്ങൾ എവിടെ ജോയിൻ ചെയ്താൽ മതി? നമ്മുടെ ടെലഗ്രാം ചാനലിൽ ഒന്ന് ജോയിൻ ചെയ്താൽ മാത്രം മതിയാവും. ഓക്കെ, ടെലഗ്രാം എടുത്ത ശേഷം ക്യാപിറ്റൽ ലെറ്ററിൽ KFPSC എന്നൊന്ന് സെർച്ച് ചെയ്യുക. KFPSC കേട്ടോ. അങ്ങനെ ഒന്ന് സെർച്ച് ചെയ്യാൻ നേരത്ത് നിങ്ങൾക്ക് എന്ത് കിട്ടും, നമ്മുടെ ചാനൽ അവൈലബിൾ ആവും. അല്ലാന്നുണ്ടെങ്കിൽ ലിങ്ക് ഞാൻ എന്ത് ചെയ്യാം, ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും ലിങ്ക് കൊടുത്തേക്കാം. ലിങ്ക് വഴി കയറാൻ പറ്റാത്തവർ ടെലഗ്രാം എടുക്കുക, ക്യാപിറ്റൽ ലെറ്ററിൽ ഒരു KFPSC എന്നൊന്ന് സെർച്ച് ചെയ്യുക. നോളജ് ഫാക്ടറി PSCയുടെ ഷോർട്ട് ഫോം ആണ് KFPSC. അങ്ങനെ സെർച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും, നമ്മുടെ ടെലഗ്രാം ചാനൽ നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും. ഈ ചാനലിലായിരിക്കും നമ്മുടെ ഈ പറയുന്ന ക്ലാസ്സുകളുടെ ലിങ്കുകൾ കിട്ടുക, നോട്ട്സ് കിട്ടുക, എക്സാംസ് കണ്ടക്ട് ചെയ്യുക ഒക്കെ ഈ ചാനലിലായിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും ഈ പറയുന്ന ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാം. ഈ ഒരു ബാച്ചിനെ കുറിച്ച് അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു തീരുമാനത്തെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ അറിയിക്കുക. അതുപോലെ എക്സാമിനേഷന്റെ ഡേറ്റുകൾ വന്നിട്ടുണ്ട്, നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും. എന്നൊക്കെയാണ്? സെപ്റ്റംബർ 19-ാം തീയതി ഫസ്റ്റ് ഫേസ് എക്സാമിനേഷൻ നടക്കും. സെക്കൻഡ് ഫേസ് എക്സാമിനേഷൻ ഒക്ടോബർ 17-ാം തീയതി സെക്കൻഡ് ഫേസ് എക്സാമിനേഷൻ നടക്കും. ഒക്ടോബർ 31-ാം തീയതി തേർഡ് ഫേസ് എക്സാമിനേഷൻ നടക്കും. സെപ്റ്റംബർ 17-ാം തീയതി പരീക്ഷകൾ നടക്കാനായിട്ട് പോകുന്നത് തിരുവനന്തപുരം, പത്തനംതിട്ട, ഇടുക്കി, മലപ്പുറം, വയനാട് ജില്ലകളിലാണ്. ഒക്ടോബർ 17-ാം തീയതി പരീക്ഷകൾ നടക്കാനായിട്ട് പോകുന്നത് ആലപ്പുഴ, കോട്ടയം, തൃശൂർ, കോഴിക്കോട്, കാസർഗോഡ് ജില്ലകളിലാണ്. ഒക്ടോബർ 31-ാം തീയതി പരീക്ഷകൾ നടക്കാനായിട്ട് പോകുന്നത് നമ്മുടെ കൊല്ലം, എറണാകുളം, പാലക്കാട്, കണ്ണൂർ ജില്ലകളിലാണ്. ഓക്കെ, അങ്ങനെ 3 ഫേസ് ആയിട്ട് നടക്കാൻ പോകുന്ന വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റിന്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള ക്ലാസ്സുകൾ, കംപ്ലീറ്റ് ആയിട്ടുള്ള റിവിഷൻ ക്ലാസ്സുകൾ നിങ്ങൾക്ക് നമ്മുടെ ബാച്ചിലും നമ്മുടെ ചാനലിലും കാണാനായിട്ട് കഴിയും. ക്ലാസ്സുകൾ കാണുന്നതിന് വേണ്ടിയിട്ട് കൃത്യമായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ തീർച്ചയായും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ നോട്ട്സ് ആവശ്യമുള്ളവർ തീർച്ചയായിട്ടും നമ്മുടെ ടെലഗ്രാം ചാനലിലേക്ക് ജോയിൻ ചെയ്യുക. ഈ ഒരു വിവരം നിങ്ങളെ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് പരീക്ഷ എഴുതാൻ പോകുന്ന കൂട്ടുകാരിലേക്ക് കൂടി ഒന്ന് എത്തിച്ചു കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മുടെ ക്ലാസ്സുകൾ ആരംഭിക്കുന്ന ഡേറ്റ് കൂടി ഞാനൊന്ന് പറയാം. ഓഗസ്റ്റ് 13-ാം തീയതിയാണ് കേട്ടോ. ഓഗസ്റ്റ് 13-ാം തീയതി, ദാറ്റ് മീൻസ് മറ്റന്നാൾ നമ്മൾ എന്ത് ചെയ്യും, ക്ലാസ്സുകൾ ആരംഭിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ എല്ലാവരും എന്ത് ചെയ്യുക, നല്ല ഫ്രഷ് ആയിട്ടിരിക്കുക. നമുക്ക് എന്ത് ചെയ്യാം, ഇനി പഠിച്ചു തുടങ്ങാത്തവരാണെങ്കിലും നമുക്ക് നല്ല രീതിയിൽ പഠിക്കാനും നല്ല മാർക്ക് സ്കോർ ചെയ്യാനും ഞാൻ നിങ്ങളെ സഹായിക്കുന്നതായിരിക്കും.
അപ്പോൾ എന്തായാലും ഈ ഒരു വിവരം നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് എത്തിച്ചു കൊടുക്കുക, വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ പറഞ്ഞ പോലെ തന്നെ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് പരീക്ഷ എഴുതാൻ പോകുന്നവർ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ VFA എന്നൊരു കമന്റിന്റെ ശേഷം നിങ്ങളുടെ ഇഷ്ടമുള്ള ഒരു ഇമോജി കൂടി ഇട്ടേക്കുക. ഓക്കെ, അപ്പോൾ എന്തായാലും പുതിയൊരു വീഡിയോയും ക്ലാസ്സും അപ്ഡേറ്റുകളൊക്കെ ആയിട്ട് നമുക്ക് ഉടനെ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ, ഗുഡ് ബൈ, ടേക്ക് കെയർ.